Good morning, my dear children. Welcome to our English class. Do you remember our last class? In that class, we studied a new chapter. Do you remember its name? Yes, the Book of Nature, written by Jawaharlal Nehru. The chapter was written in the form of a letter. In that letter, Nehru told a lot of things about nature to Indira. He afraid that through this letter he could tell her very little. But he was sure that little things make her interest to know more about nature. എന്താണ് നമ്മൾ കണ്ടത്? ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ ലെറ്റർ ആണല്ലേ ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞുള്ള സ്റ്റോറി. ഒരു ലെറ്ററിൻ്റെ ഫോമിലാണ് അത് എഴുതിയേക്കുന്നത്. അതിലെന്താണ്? നേച്ചറിനെ പറ്റിയിട്ടാണ് ഇന്ദിരാഗാന്ധിയോട് പറയുന്നത്. ഒരു ലെറ്റർ എഴുതുമ്പോൾ നെഹ്റു പേടിക്കുന്നു എന്ന് പറയുന്നത്. പേടിക്കുന്നത് എന്തിനാ? കുറച്ച് കാര്യങ്ങളെ പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നെഹ്റുവിന് ഒരു പേടി തോന്നുന്നത്. നെഹ്റു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ. നെഹ്റു പറയുന്നത് എന്താ? ദ റിയൽ വേ ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ നോട്ട് മിയർലി റീഡ് അബൌട്ട് അതർ പീപ്പിൾ ബുക്ക് ബട്ട് ടു ഗോ ടു ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ് സെൽഫ്. നേച്ചറിനെ കുറിച്ച് ഏറ്റവും അറിയാൻ നല്ല മാർഗം എന്താണ്? മറ്റുള്ളവർ എഴുതിയ ബുക്കിനേക്കാളും നേച്ചറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് പറഞ്ഞത് അല്ലേ? നേച്ചർ എന്ന് പറഞ്ഞാൽ വലിയൊരു ബുക്കാണ്. അതിൻ്റെ ഓരോ പേജുകളാണ് എന്ത്? മൗണ്ടനും റോക്കും ഒക്കെ. അത് വായിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം അതിൻ്റെ ആൽഫബറ്റ്സ് പഠിക്കണം എന്നാണ് പറഞ്ഞത്. ഏതൊരു ഭാഷ പഠിക്കാനും അതിൻ്റെ ആൽഫബറ്റ് പഠിക്കുന്ന പോലെ നേച്ചറിൻ്റെ ഓരോ ഇതിനെ പറ്റി പഠിക്കാനും അതിൻ്റെ ആൽഫബറ്റും നന്നായി മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 91. Look at your textbook. If you see a little round shiny pebble, does it not tell you something? If you see a little round shiny pebble, നിങ്ങൾ ഒരു വെള്ളാരങ്കല്ലിനെ കണ്ടാൽ, വെളുത്ത കല്ലല്ല വെള്ളാരങ്കല്ല്, പെബിൾ എന്ന് പറഞ്ഞാൽ വെള്ളാരങ്കല്ലിനെ കണ്ടാൽ, ഒരു ചെറിയ വെള്ളാരങ്കല്ലിനെ കണ്ടാൽ അതിനും നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ലേ എന്ന്. How did it get round and smooth and shiny without any corners or rough edges? How did it get round and smooth and shiny? അതെങ്ങനെയാണ് ഇങ്ങനെ റൗണ്ടും സ്മൂത്തും ഷൈനിയുമായത്? വിത്തൗട്ട് എനി കോർണർ ഓർ റഫ് എഡ്ജസ്, ഒരു മുക്കുകളും ഒരു റഫ് എഡ്ജസ് വക്കുകളും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇത്ര സ്മൂത്ത് റൗണ്ടായി മാറിയതെന്ന് അതിനും പറയാനുണ്ടാവില്ലേ? എന്തിനെ? ഒരു പെബിളിന്, വെള്ളാരം കല്ലിന് പറയാനുണ്ടായില്ലേ? If you break a big rock into small bits, each bit is rough and has corners and rough edges. It is not at all like a round smooth pebble. If you break a big rock into small bit, നിങ്ങളൊരു വലിയ പാറേനെ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ അതിൽ ഓരോ ബിറ്റിനും എന്തുണ്ട്? റഫ് ആൻഡ് കോർണർ ആൻഡ് റഫ് എഡ്ജസ്. റഫായിരിക്കും അത്, അതിന് കോർണേഴ്സ് മൂകലകളൊക്കെ ഉണ്ടായിരിക്കും. റഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താ? വക്കുകളൊക്കെ ഉണ്ടായിരിക്കും. റഫായിട്ട് പരിപരുത്തത്, ഒട്ടും സ്മൂത്ത് അല്ലാത്ത വക്കുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? നമുക്കറിയാലേ ഒരു കരിങ്കല്ല് കഷ്ണവും ഒരു വെള്ളാരങ്കല്ലും വ്യത്യാസം ഉണ്ടെന്ന്. ഒരു കരിങ്കല്ല് കഷ്ണത്തിന് വക്കുകളും മൂർച്ചയേറിയ വക്കുകളും ഒക്കെയാണ്, ഒട്ടും സ്മൂത്തല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ. ഒരു പാറക്കഷ്ണം ഒരിക്കലും ഒരു പെബിള് പോലെയല്ല. ഹൗ ദെൻ ഡിഡ് ദ പെബിൾ ബിക്കം സോ റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? ഹൗ ഡിഡ് ദ പെബിൾ ബിക്കം സ്മൂത്ത് റൗണ്ട് ആൻഡ് ഷൈനി? എങ്ങനെയാണ് ഒരു പെബിള് ഇത്ര സ്മൂത്തും ഷൈനിയും ആയതെന്ന്? ഇറ്റ് വിൽ ടെൽ യു ഇറ്റ്സ് സ്റ്റോറി ഇഫ് യു ഹാവ് എ ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ഇറ്റ്. ഇറ്റ് വിൽ ടെൽ യു ഇറ്റ്സ് സ്റ്റോറി. അതിന് നിങ്ങളോട് കഥ പറയാനുണ്ടായിരിക്കും. ഇഫ് യു ഹാവ് എ ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ, നിങ്ങൾക്ക് നല്ല കണ്ണുകൾ കാണാനും നല്ല കാതുകൾ കേൾക്കാനും ഉണ്ടെങ്കിൽ ഓരോ വെള്ളാരം കല്ലിനും നിങ്ങളോടൊരു കഥയുണ്ടായിരിക്കും പറയാൻ. ഇറ്റ് ടെൽസ് യു ദാറ്റ് വൺസ് അപ്പോൺ എ ടൈം, ഇറ്റ് മേ ബി എ ലോങ് എഗോ, ഇറ്റ് വാസ് എ ബിറ്റ് ഓഫ് റോക്ക് ജസ്റ്റ് ലൈക്ക് ദ ബിറ്റ് യു മേ ബ്രേക്ക് from the big rock or stone with plenty of edges and corners. It tell you that once upon a time, പണ്ടൊരിക്കൽ, it may be long ago, അത് ചിലപ്പോൾ കുറേ കാലങ്ങൾക്ക് മുന്നേ ആയിരിക്കും. അതെന്തായിരുന്നു? It was a bit of rock, അതൊരു പാറക്കഷ്ണമായിരുന്നു. ജസ്റ്റ് ലൈക്ക് ദ
ബിറ്റ് യു മേ ബ്രേക്ക് ഫ്രം ബിഗ് റോക്ക്. നിങ്ങളൊരു വലിയ പാറയിൽ നിന്ന് പൊട്ടിച്ച പോലത്തെ ഒരു വലിയ ഒരു പാറക്കഷ്ണമായിരുന്നു, അല്ലെങ്കിൽ ഒരു കല്ലായിരുന്നു. വിത്ത് പ്ലൻറ്റി ഓഫ് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്, ഒരുപാട് ധാരാളം എഡ്ജസ് എന്ന് പറഞ്ഞാൽ വക്കുകളും മൂലകളും ഒക്കെ ഉള്ള ഒരു കരിങ്കല്ലിൻ്റെ കഷ്ണമായിരുന്നു, ഒരു പാറക്കഷ്ണമായിരുന്നു. പ്രോബബ്ലി ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടൻ സൈഡ്. പ്രോബബ്ലി ഒരു പക്ഷേ ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടൻ സൈഡ്, അത് ചിലപ്പോൾ ഒരു മലഞ്ചെരിവിൽ കിടക്കുകയായിരിക്കാം. ദെൻ കെയിം ദ റെയിൻ ആൻഡ് വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദ ലിറ്റിൽ വാലി വേർ ഇറ്റ് ഫൗണ്ട് എ മൗണ്ടൻ സ്ട്രീം. ദെൻ കെയിം ദ റെയിൻ, പിന്നെ വന്ന മഴ എന്തുണ്ടായി? വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ലിറ്റിൽ വാലി, അതിനെ കഴുകിയിട്ട് അതിനെ എങ്ങോട്ട് കൊണ്ടുപോയി? താഴ്വരയിലേക്ക് കൊണ്ടുപോയി. വേർ ഇറ്റ് ഫൗണ്ട് എ മൗണ്ടൻ സ്ട്രീം, അവിടെ ഒരു മൗണ്ടൈൻ്റെ അരുവി ഉണ്ടായിരുന്നു, അരുവിയിലെത്തി അങ്ങനെ അത്. വിച്ച് പുഷ്ഡ് ഇറ്റ് ഓൺ ആൻഡ് ഓൺ ടിൽ ഇറ്റ് റീച്ച് എ ലിറ്റിൽ റിവർ. വിച്ച് പുഷ്ഡ് ഇറ്റ് ഓൺ ആൻഡ് ഓൺ, ആ റെയിൻ വാട്ടർ അതിൽ തള്ളി കൊണ്ടുപോയിട്ട് എങ്ങോട്ട് എത്തി? ഇറ്റ് റീച്ച് എ ലിറ്റിൽ റിവർ ആൻഡ് ദ ലിറ്റിൽ റിവർ ടുക്ക് ഇറ്റ് ടു ദ ബിഗ് റിവർ. അത് എവിടേക്ക് എത്തി? വലിയൊരു നദിയിലേക്ക് എത്തി. ചെറിയ റിവറിൽ നിന്ന് അത് വലിയ റിവറിലേക്ക് എത്തി. And all the while it was rolled at the bottom of the river and its edges were worn away. And all the while, എല്ലാ സമയവും it rolled at the bottom of the river. The stone was rolled at the bottom of river. ആ കല്ല് റിവറിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉരുളുകയായിരുന്നു. Its edges were worn away. അതിൻ്റെ എഡ്ജസ് വക്കുകളൊക്കെ എന്തായി? തേഞ്ഞു പോയി. Thus the rough surface made smooth and shiny. അതിങ്ങനെ ഉരുണ്ടിട്ട് എന്തായി? അതിൻ്റെ റഫ് സർഫേസ് സ്മൂത്തായി, നല്ല മാർദ്ദവമുള്ളതും ഷൈനി തിളങ്ങുന്നതുമായി. സോ ഇറ്റ് ബിക്കെയിം ദ പെബിൾ ദാറ്റ് യു സീ. അതെന്താണ്? നിങ്ങളിപ്പോൾ കാണുന്ന ഒരു വെള്ളാരങ്കല്ലായി മാറി. സംഹൗ ദ റിവർ ലെഫ്റ്റ് ഇറ്റ് ബിഹൈൻഡ് ആൻഡ് യു ഫൗണ്ട് ഇറ്റ്. സംഹൗ, എങ്ങനെയൊക്കെയോ റിവർ ലെഫ്റ്റ് ഇറ്റ് ബിഹൈൻഡ്, അതിനെ ഇവിടെ ഉപേക്ഷിച്ചു പോയി. യു ഫൗണ്ട് ഇറ്റ്, നിങ്ങൾക്കത് കിട്ടി. അങ്ങനെയാണ് എന്താണ്? ഒരു കല്ല് കഷ്ണം, ഒരു പാറയിൽ നിന്ന് പൊട്ടിയ ഒരു കല്ല് ഇങ്ങനെ പെബിളായി മാറിയത് ഇങ്ങനെയാണ്. ഇഫ് ദ റിവർ ഹാഡ് ക്യാരിഡ് ഇറ്റ് ഓൺ ആൻഡ് ഇറ്റ് വുഡ് ഹാവ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ till at last it became a grain of sand and joined its brothers at the seaside to make a beautiful beach where the little children can play and make castle out of the sand. And the river had carried it on. The river had carried it on. അതിനെ ഉപേക്ഷിക്കാതെ റിവർ അതിനെ വഹിച്ചു കൊണ്ട് പോവുകയാണ് വെച്ചാൽ, ആ പെബിളിനെ വീണ്ടും ആ റിവർ കൊണ്ടുപോവുകയാണ് വെച്ചാൽ, ഇറ്റ് വുഡ് ഹാവ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ. അത് വീണ്ടും ഈ റിവറിൻ്റെ അടിത്തട്ടിൽ കിടന്ന് റോൾ ചെയ്തിട്ട് എന്തായിരിക്കും? ചെറുതായി മാറും. till at last it became a grain of sand. അവസാനം അതൊരു മൺതരി മാത്രമായിട്ട് മാറും. ഉരുണ്ട് പോകുമ്പോൾ വീണ്ടും അത് ചെറുതായി അവസാനം ഒരു മൺതരിയായി മാറും. joined its brothers at the seaside. സീസൈഡിലെ സമുദ്രതീരത്തിലുള്ള ആ മണൽത്തരികളോടുകൂടി അത് ജോയിൻ ചെയ്യും. ടു മേക്ക് എ ബ്യൂട്ടിഫുൾ ബീച്ച്, നല്ലൊരു ബീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മണൽത്തരികൾ അവിടെ ജോയിൻ ചെയ്യും. where the little children can play and make castle out of the sand. കുട്ടികൾ അവിടെ കാസിൽ, കൊട്ടാരങ്ങളൊക്കെ മണൽത്തരികളോട് ഉണ്ടാക്കി കളിക്കില്ലേ, അതിൽ കൂടെ ആ മണൽത്തരിയും ജോയിൻ ചെയ്യുന്നു. ഇഫ് എ ലിറ്റിൽ പേബിൾ ക്യാൻ ടെൽ യു സോ മച്ച്, ഹൗ മച്ച് മോർ കുഡ് വി ലേൺ ഫ്രം all the rocks and mountains and the many other things we see around us. If a little pebble can tell you so much, ഒരു ലിറ്റിൽ പെബിളിന് ഇത്രയ്ക്കും പറയാനുണ്ടെങ്കിൽ ഹൗ മച്ച് മോർ കുഡ് വി ലേൺ ഫ്രം ഓൾ ദ റോക്സ്. നമുക്ക് ഈ പാറകളിൽ നിന്നൊക്കെ എത്ര അധികം മാത്രം കാര്യങ്ങൾ കേൾക്കാനുണ്ടാക്കും. മൗണ്ടനും മെനി അതർ തിങ്സ് വി സീ അറൗണ്ട് us, നമ്മുടെ ചുറ്റും കാണുന്ന ഓരോ കാര്യങ്ങൾക്കും അവരുടെ കഥ എത്ര അധികം നിങ്ങളോട് പറയാനുണ്ടായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണ് ജവഹർലാൽ നെഹ്റു ഈ ലെറ്റർ അവസാനിപ്പിക്കുന്നത്. ഓൾ ഓഫ് യു നൗ read this part silently, underline the difficult words. Read this part of the letter silently, underline difficult words. Read silently,
Finish. After this class, all of you read this part again. Write the difficult words in your notebook. Find out the answer of 7th question. Let us move on to our activities. Take page number 92. Activity 1. I am afraid I can only tell you very little in these letters of mine. What does the expression I am afraid mean? Choose the best option from those given below in the box. I am afraid I can tell you very little in these letters of mine. ജവഹർലാൽ നെഹ്റു ഫസ്റ്റ് പറഞ്ഞില്ലേ, ഇനി ഞാൻ പേടിക്കുന്നു, എനിക്ക് എൻ്റെ ലെറ്റേഴ്സ് കൂടെ കുറച്ചേ പറയാൻ സാധിക്കുള്ളൂ എന്ന്. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഐ ആം അഫ്രൈഡ് മീൻ? എന്താണ് ഐ ആം അഫ്രൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? 3 ഓപ്ഷൻസ് ആർ ഗിവൺ ഹിയർ. ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. First option, Nehru is afraid to tell something. Nehru feels that Indira will be frightened. Nehru is doubtful whether his letters will not be sufficient to provide complete information. Which is the answer? The third one. The third option is the answer. Answer is Nehru is doubtful whether his letters will not be sufficient to provide complete information. Activity 2. Nehru tells the story of a pebble. Read it. Once upon a time, long, long ago, the stone was a bit of rock with plenty of edges and corners. Probably it rested on some mountainside. Then came the rain and washed it down to the little valley where it found a mountain stream which pushed it on and on till it reached a little river, and the little river took it to a big river, and all the while it was rolling and rolling at the bottom of the river. Its edges were worn away and its rough surface made smooth and shiny. Thus it became a pebble. The river carried it again, and it became smaller and smaller till at last it became a grain of sand and joined its brothers at the seaside to make a beautiful beach. There little children used to make castles out of sand. ഇത് നെഹ്റു പറഞ്ഞ പെബിളിൻ്റെ കഥയാണ്. Our question, imagine the pebble. The pebble is telling its own story. How would the story be? You may begin like this. ഇവിടെ മുകളിലെ നെഹ്റു പറഞ്ഞ പെബിളിൻ്റെ കഥയാണ് കൊടുത്തേക്കണത്. ഇനി അതിനെ പെബിളിൽ പറയുന്ന കഥയായിട്ട് മാറ്റി എഴുതണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കഥ പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക? ഞാൻ, എൻ്റെ, എനിക്ക് എന്നൊക്കെ ഉള്ളതല്ലേ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ വേർഡുകളാണ് ഉപയോഗിക്കുക? ഐ, മൈ, മീ, അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൽ എന്താണ് ഈ പെബിൾ എന്നുള്ള അർത്ഥം വരുന്ന സ്ഥലത്തൊക്കെ അവിടെ ഐ, മീ, മൈ എന്നൊക്കെ യൂസ് ചെയ്യുക. അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ നമുക്ക് നോക്കാം. വൺസ് അപ്പോൺ എ ടൈം, ലോങ് ലോങ് എഗോ, ഐ വാസ് എ ബിറ്റ് ഓഫ് റോക്ക് വിത്ത് പ്ലെന്റി ഓഫ് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. ഇൻസ്റ്റെഡ് ഓഫ് ദ സ്റ്റോൺ ഐ ഈസ് യൂസ്ഡ്. ദ സ്റ്റോൺ എന്നുള്ളടത്ത് ഐ എന്നാണ് ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെയാണ് മാറ്റി എഴുതേണ്ടത്. ഈ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. പ്രോബബ്ലി ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടൈൻ സൈഡ്. അത് ചേഞ്ച് ചെയ്തപ്പോൾ പ്രോബബ്ലി ഐ റെസ്റ്റഡ് ഓൺ സം മൗണ്ടൈൻ സൈഡ് ആയി മാറി. കണ്ടില്ലേ? ഇനി നെക്സ്റ്റ് 2 സെൻറ്റൻസും കൂടി ടീച്ചർ പറഞ്ഞു തരാം. ബാക്കിയുള്ളത് നിങ്ങൾ സ്വയമായിട്ട് എഴുതണം. Then came the rain and washed me. ഇറ്റല്ല, me, എന്നെ. Down to the little valley where I found a mountain stream. Where I found, ഞാൻ കണ്ടു. Which pushed me on and on. Which pushed me, എന്നെ തള്ളി. On and on till I reached a little river. ഞാൻ എത്തിച്ചേർന്നു ലിറ്റിൽ റിവറിൽ.
and the little river took me to a big river. Me എന്നെ വലിയ റിവറിലേക്ക് കൊണ്ടുപോയി. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഓക്കെ, ഡു ഇറ്റ് ഇൻഡിവിജ്വലി ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ടീച്ചർ നോട്ട് അയക്കാം, അപ്പം അതിൽ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് ടെക്സ്റ്റിൽ എന്നെ എഴുതാം. ഓക്കെ, താങ്ക് യു.